ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഈ പാർട്ടിൽ പെർസെൻറ്റേജസ് പറയാം. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറിൻ ബാങ്ക്സ് വിത്ത് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് എങ്ങനെയാണ് 32.8% കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും 20 ബ്രാഞ്ചസിന് എബവ് ഉള്ള ഫോറിൻ ബാങ്ക്സ് ഉണ്ടാവുമല്ലോ, അതിനൊക്കെ സെയിം പെർസെൻറ്റേജാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഫോറിൻ ബാങ്ക്സ് വിത്ത് 20 ബ്രാഞ്ചസ് ആൻഡ് എബവ് വേറെ തന്നെ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ 40% ആണ് വരുന്നത്. 40% ആണ് വരുന്നത്. 40% ആണ് വരുന്നത്. അതിൽ മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് പ്രയോറിറ്റി സെക്ടേഴ്സിനെ കണക്കാക്കി വെച്ചിട്ടുള്ളത് പെർസെൻറ്റേജ്. ഒന്ന് അഗ്രികൾച്ചർ, 2 MSME, 3 വീക്കർ സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഈ 40%-നെയാണ് നമ്മൾ ഇവരുടെ അഗ്രികൾച്ചറിനും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിനും വീക്കർ സെക്ഷൻസിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഫോറിൻ ബാങ്ക്സ് 20 ബ്രാഞ്ചസിൽ കൂടുതലുള്ള എബവ് 20 ബ്രാഞ്ചസിൽ കൂടുതലുള്ള ഫോറിൻ ബാങ്ക്സും ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഈ 40% എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അഗ്രികൾച്ചറിൽ 18% ആണ് കൊടുക്കുന്നത്. MSME 7.5% ആണ് കൊടുക്കുന്നത്. വീക്കർ സെക്ഷനിലേക്ക് 12% ആണ് കൊടുക്കുന്നത്. ഈ വീക്കർ സെക്ഷൻ എന്ന് പറയുമ്പോൾ വീക്കറായിട്ടുള്ള സെക്ഷൻസ് എന്നല്ല അതിൻ്റെ മീനിങ് വരിക. അതിപ്പോൾ വുമൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെയുള്ള കാറ്റഗറീസ്. അത് വീക്കർ ആയതുകൊണ്ടല്ല, അത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അബൌട്ട് അങ്ങനെയുള്ള സെക്ടേഴ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ വീക്കർ സെക്ഷനായിട്ട് അതിലേക്ക് 12% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത്രയാണ് ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അതായത് അഗ്രികൾച്ചർ 18%, MSME 7.5%, വീക്കർ സെക്ഷൻസ് 12%. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഫോറിൻ ബാങ്ക്സ്. ഫസ്റ്റ് നേരത്തെ പറഞ്ഞത് തന്നെ ഫോറിൻ ബാങ്ക്സ് ലെസ് ദാൻ 20 ബ്രാഞ്ചസ് വരുമ്പോൾ 40% തന്നെയാണ്. അതിൽ 32% തന്നെ എതിര് കൊടുക്കുന്നുണ്ട് എക്സ്പോർട്ട് ക്രെഡിറ്റ്. അതൊരു പ്രയോറിറ്റി സെക്ടറാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 8 പ്രയോറിറ്റി സെക്ടറിൽ ഒന്നാണ് എക്സ്പോർട്ട് ക്രെഡിറ്റ്. അപ്പോൾ അതിന് 32%, 8% ബാക്കിയുള്ളതിനുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ആർ ആർ ബി പറഞ്ഞിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. RRB ആണ് 75%. അത് ഈ അഗ്രികൾച്ചറിന് എങ്ങനെയാണ്? അഗ്രികൾച്ചറിന് 18%, MSMEക്ക് 7.5%, വീക്കർ സെക്ഷന് 15% പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത സെക്ഷനാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സിൻ്റെ. അത് അഗ്രികൾച്ചറിന് 18% തന്നെയാണ്, മൈക്രോ സ്മോളിന് 7.5. ഇവിടെ വ്യത്യാസമുള്ളത് വീക്കർ സെക്ഷനെയാണ്, 12% ആണ്. ബാക്കി എല്ലായിടത്തും 15% ആണ് കൊടുക്കുന്നത്. 15% കൊടുക്കുന്നത് RRB ആണ് വീക്കർ സെക്ഷന്. ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്കും സ്മോൾ ഫിനാൻസ് ബാങ്കും സെയിം തന്നെയാണ് പെർസെൻറ്റേജ് കൊടുക്കുന്നത്. RRB മാത്രമാണ് വീക്കർ സെക്ഷനിൽ വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു? ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് 18%, 40%, അതിൽ അഗ്രികൾച്ചറിന് 18, MSMEക്ക് 7.5, വീക്കർ സെക്ഷന് 12%. ഫോറിൻ ബാങ്ക്സ് ലെസ് ദാൻ 20 ബ്രാഞ്ചസിൽ കുറവുള്ള ഫോറിൻ ബാങ്ക്സ് 40%, അതിൽ 32% എക്സ്പോർട്ട് ക്രെഡിറ്റും 8% ആണ് ബാക്കിയുള്ളതെന്ന് കൊടുക്കുന്നത്. RRB 75% ആണ് കൊടുക്കേണ്ടത്. അതിൽ അഗ്രികൾച്ചറിന് 18, MSMEക്ക് 7.5, വീക്കറിന് 15. സ്മോൾ ഫിനാൻസ് ബാങ്ക്സിന് അഗ്രികൾച്ചറിന് 18%, MSMEക്ക് 7.5, വീക്കറിന് 12%. ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ഉണ്ട്, അതും ഈ സ്മോൾ ഫിനാൻസ് ബാങ്കും സെയിം ആണ്. ഇത് 2, 3 ഒരേ പെർസെൻറ്റേജാണ് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് 40, ഫോറിൻ ബാങ്ക്സ് ലെസ് ദാൻ 20 40, RRB 75, സ്മോൾ ഫിനാൻസ് ബാങ്ക് 60, അത് പറഞ്ഞിട്ടില്ലായിരുന്നു, 60% ആണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. 40,
40, 75, 60. ഈ 60 എന്നാണ് അഗ്രികൾച്ചറിന് 18, MSMEക്ക് 7.5, റീക്കർ 12. ബാക്കിയുള്ളത് അതൊരു പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ടല്ലോ, മെയിനായിട്ടുള്ള സെക്ടേഴ്സാണ് ഇത് പറഞ്ഞത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.